ഈ പാട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു കഥ പറയാം. ആ. ഈ ലക്ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോഹിതാസ് സാറിന് ഒരു ബ്യൂട്ടിഫുൾ ഒരു വീടുണ്ടായിരുന്നു. ഓ. അവിടെ ഇങ്ങനെ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും അദ്ദേഹം ഈ ഒരു ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ എന്നെ കണ്ടോണ്ട് പറയുന്നു, ആ ജയൻ ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ സൈഡിൽ ഒരു തിട്ടയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, എനിക്ക് 2-3 പാട്ട് വേണം കേട്ടോ. എൻ്റെ പുതിയ സിനിമ അത് ചക്കരമുത്ത് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൽ ആദ്യത്തെ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഞാൻ ജയനോട് പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ്, അതിന് സങ്കടമുണ്ട്, വിരഹമുണ്ട്, ഇതെല്ലാം വരുന്ന പാട്ടായിരിക്കണം. പക്ഷേ ജയൻ ഓൾറെഡി ഈ പാട്ട് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടാണ് എനിക്ക് ഈ സിറ്റുവേഷനിൽ വേണ്ടത്. ഓൾറെഡി അത് വേറൊരു സിനിമയിൽ ഉപയോഗിച്ചല്ലേ സാർ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആ പാട്ട് വേണം. അങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആ ഇൻസ്റ്റന്റിൽ, അതാണ് നമുക്ക് ചില സമയത്ത് എന്തോ ചില ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ, ഇത് മതിയോ സാർ എന്ന് പറഞ്ഞു. ഇത് കൊള്ളാം, അത് പിടിച്ചോ. കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ. അപ്പൊ ഇത് തന്നെ മുന്നോട്ട് പോയാൽ മതി. അപ്പൊ അടുത്ത ദിവസം രാവിലെ ഗിരീഷേട്ടൻ വരാം. അപ്പൊ ഗിരീഷേട്ടൻ വന്നപ്പോഴത്തേക്കും എന്താടാ ട്യൂൺ എന്ന് ചോദിക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണ് നട്ട് കണ്ണ് നട്ടാ എൻ്റെ പാട്ട് നീ കോപ്പി അടിച്ചോ എന്താടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഈ ട്യൂൺ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ ആ ലിറിക്ക് തന്നെ വേറൊരു ട്യൂണിൽ പാടിയതാണ്, അത് സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണോ? നീ ഒരു കാര്യം ചെയ്യൂ, മറന്നുവോ പൂമകളെ എന്ന് പാടി നോക്കൂ. മറന്നുവോ പൂമകളെ. എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഓൺ സ്പോട്ടാണ് ഗിരീഷേട്ടൻ പറയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ പറയും, ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയും. എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അടുത്ത അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അരികിൽ തടഞ്ഞു വെച്ചു. പിന്നെ ട്യൂൺ ഇല്ല ശരിക്ക്. അപ്പോ ഗിരീഷേട്ടൻ പറഞ്ഞു, നീ വെറുതെ നിങ്ങൾ ചേർക്കടാ. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ മറന്നുവോ പൂമകളെ. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നുവോ പൂമകളെ. അതെന്റെ ജീവിതത്തിൽ വളരെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് അതിനൊരു സമയമുണ്ട്. ആ സമയത്തിന്റെ മുമ്പിലും വരില്ല, ആ സമയം കഴിഞ്ഞിട്ടും വരില്ല. നമ്മൾ ആ ഒരു സ്പാർക്ക് വരുമ്പോഴത്തേക്ക് അത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ മറന്നു, പിന്നെ ഒരിക്കലും കിട്ടൂല. നെവർ. എത്ര ആലോചിച്ചാലും അത് കിട്ടൂല. അതാണ് ക്രിയേഷന്റെ ഭയങ്കര ബ്യൂട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ട് ദാസാർ എറണാകുളത്തൊരു തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്ന സ്റ്റുഡിയോയിൽ പാടിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്.